ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2-ൻ്റെ വ്യാജ പതിപ്പ് യൂട്യൂബിൽ പ്രചരിക്കുന്നു. 8 മണിക്കൂറിന് മുമ്പാണ് സിനിമയുടെ വ്യാജ പതിപ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ഒരു സിനിമ കാണുകയും ചെയ്തത്. തിയേറ്ററിൽ നിന്ന് എവിടുന്നോ കോപ്പി എടുത്തിട്ട് ഈ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ തെലുങ്ക് പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇതിനെതിരെ വരികയും യൂട്യൂബ് ആക്ഷൻ എടുത്തിരിക്കുകയും ചെയ്യുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 26 ലക്ഷത്തോളം ജനങ്ങൾ ഈ സിനിമ കണ്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കിട്ടിയേക്കുന്ന റിപ്പോർട്ട് എന്ന് തന്നെ പറയാം. ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ, ഇന്ന് 1000 കോടി തികയ്ക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സിനിമ ഇത്ര നീചമായിട്ട് ഒരു വ്യാജ പതിപ്പ് ഇറക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലെ ടെലിഗ്രാമിലോ മറ്റെങ്ങുമല്ല, യൂട്യൂബിലേക്കാണ്. അത് തന്നെ ആക്സസിബിലിറ്റി കൂടും. അതായത് പലർക്കും സജഷനിലൂടെയും കാര്യങ്ങളിലേക്ക് വരും, നമ്മളതെടുത്ത് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ സിനിമ ഒത്തിരി പേർ കാണുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. 26 ലക്ഷം പേരാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും എന്നുള്ളത് തന്നെയാണ്. ഇത് തിയേറ്റർ പ്രിൻ്റ് ആണോ ഏതാണ് എന്നുള്ളതൊന്നും ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ന്യൂസ് പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ അതിനെ മാക്സിമം ഡൗൺഗ്രേഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കാം യൂട്യൂബ് പോലെയുള്ള ഒരു മാധ്യമത്തിൽ അത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനിടെ വലിയ രീതിയിലുള്ള ഒരു ക്രിമിനൽ ആക്ഷൻസ് കാര്യങ്ങളുമെല്ലാം തന്നെ നടപടികളുമെല്ലാം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇടപെട്ടിട്ട് തന്നെ, അല്ലെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള അവരുടെ ആ ഒരു പരാതിയെ തുടർന്ന് യൂട്യൂബ് ഇത് ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള നിയമ നടപടികളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വ്യാജ പതിപ്പും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കുക. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായും നമുക്കത് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ലതായി ഓടിക്കൊണ്ടിരിക്കുന്ന ഏത് സിനിമയാണെങ്കിലും അങ്ങനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഗ്രേറ്റ് മീഡിയാസ്.